ജീവിതത്തിൽ എല്ലാത്തിനും മറുപടി പറയേണ്ട ആവശ്യമില്ല. ചില തെറ്റിദ്ധാരണകൾ കാലം തന്നെ തിരുത്തും. ചില വിമർശനങ്ങൾ നിങ്ങളുടെ വിജയം തന്നെ നിശബ്ദമാക്കും. ചില നഷ്ടങ്ങൾ അതിലും വലിയ അനുഗ്രഹങ്ങൾക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് ഓരോ ദിവസവും ഒരു നല്ല മനുഷ്യനായി ജീവിക്കൂ. കാരണം നിങ്ങൾ വിതയ്ക്കുന്ന നന്മ ഒരുനാൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിലേക്ക് അനുഗ്രഹമായി തിരികെ വരും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ജീവിത എക്സ്പ്രസ് അല്പസമയം വൈകി ഓടുന്നതായി അറിയിക്കുന്നു. ദയവായി നിരാശപ്പെടേണ്ടതില്ല. കാരണം ഓരോരുത്തരുടെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള സമയം വ്യത്യസ്തമാണ്. ചില സ്വപ്നങ്ങൾ നേരത്തെയും ചിലത് കുറച്ചു വൈകിയും എത്തിച്ചേരും. വൈകുന്നത് പരാജയമല്ല, പ്രതീക്ഷ നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ നഷ്ടം. അതിനാൽ ദയവായി നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടാതെ സൂക്ഷിക്കുക. നിങ്ങളുടെ നല്ല ദിവസങ്ങൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി. നിങ്ങൾക്കറിയാമോ, ഇന്നാണ് ഹിരോഷിമ ദിനം. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ നടന്ന അണുബോംബ് ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണിത്. 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു. നിമിഷങ്ങൾക്കകം 10,000-കണക്കിന് ആളുകൾ മരിക്കുകയും നഗരം പൂർണ്ണമായി തകരുകയും ചെയ്തു. ഇതിന്റെ റേഡിയേഷൻ പ്രത്യാഘാതങ്ങൾ തലമുറകളോളം തുടരുകയും ചെയ്തു. ആണവായുധങ്ങളില്ലാത്തൊരു ലോകം കെട്ടിപ്പടുക്കാൻ ഈ ദിവസം അന്താരാഷ്ട്ര തലത്തിൽ ആഹ്വാനം ചെയ്യുവാനും ലോകസമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആണവായുധങ്ങളുടെ ഭീകരതയെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഈ ദിവസം ഉപയോഗിക്കുന്നു. ദുരന്തത്തിൽ മരിച്ചവർക്കായി ജപ്പാനിലെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ എല്ലാ വർഷവും പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കുന്നു. ഓർക്കുക, ഒരറിവും ചെറുതല്ല, അറിവുകൾ മനസ്സിലാക്കാനും പങ്കുവയ്ക്കാനുമുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഗോപകുമാര നീ വരുമോ? ഗോവർദ്ധന മലയേറി വരും ഗോപകുമാര നീ വരുമോ? ഗോപികമാരോടൊപ്പം കളിയാടാ നീ വരുമോ കണ്ണാ? ഗോപകുമാര നീ വരുമോ? മഞ്ഞപ്പുടവയണിഞ്ഞ് നീലപ്പീലികൾ ചൂടി ഓടക്കുഴലൂതി മുരളീഗാനം പാടിക്കണ്ണാ നീ വരുമോ? തിരുമുടി കോതിയൊതുക്കി പീതാംബരമുടു ചേലയുടു